ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡിഫൻസ് വാക്കൻസീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ആർമിയിൽ 350 എഞ്ചിനീയേഴ്സിന്റെ വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. 350 എഞ്ചിനീയേഴ്സിന്റെ. ഓക്കെ, അപ്പൊ കരസേനയുടെ 66ാമത് ഷോർട്ട് സർവീസ് കമ്മീഷൻ അഥവാ ടെക് കോഴ്സ് പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 2026 ഏപ്രിൽ തുടങ്ങുന്ന കോഴ്സിൽ 350 ഒഴിവുകളാണുള്ളത്. അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ അഡ്മിഷൻ ടു ദ 66 ഷോർട്ട് സർവീസ് കമ്മീഷൻ കോഴ്സ് ഓഫ് ദ ഇന്ത്യൻ ആർമി. ടെക്നിക്കൽ കോഴ്സ് ആണ് അല്ലെ. എത്ര വേക്കൻസീസ് ആണ്? 350 വേക്കൻസീസ് ആണ്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം ഏപ്രിൽ 2026 2026 ഏപ്രിലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ദ ഓപ്പർച്യൂണിറ്റി ഈസ് ഓപ്പൺ ഫോർ അൺമാരീഡ് മെൻ. അപ്പം അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. ഓഗസ്റ്റ് 22 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? കരസേനയുടെ 66ാമത് ഷോർട്ട് സർവീസ് കമ്മീഷൻ കോഴ്സ് പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 2026 ഏപ്രിൽ തുടങ്ങുന്ന കോഴ്സിൽ 350 വാക്കൻസീസ് ആണുള്ളത്. അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം ഉണ്ടായിരിക്കുന്നത്. ഓഗസ്റ്റ് 22 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ഓൺലൈൻ ടിൽ ഓഗസ്റ്റ് 22 അല്ലെ. അപ്പോ പിന്നെ ഏതൊക്കെ ടെക്നിക്കലാന്ന് പറഞ്ഞു, അതിൽ ഏതൊക്കെ ബ്രാഞ്ചസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് മിസലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് ആണ് വരുന്നത്. അതിൽ മെക്കാനിക്കലില് 101 വേക്കൻസീസും സിവിലില് 75 വേക്കൻസീസും ഇലക്ട്രോണിക്സില് 64 വേക്കൻസീസും കമ്പ്യൂട്ടർ സയൻസ് 60, ഇലക്ട്രിക്കൽ 33, മിസലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് 17 എന്നിങ്ങനെയാണ് വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ ഒഴിവുകൾ വന്നിട്ടുള്ളത് കേട്ടോ. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ റെലവന്റ് ഡിസിപ്ലിൻ, അതായത് ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിബന്ധനകൾക്ക് വിധേയമായിട്ട് അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ലാസ്റ്റ് ഇയർ എഞ്ചിനീയർ സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ അപ്ലൈ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ സോ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ അപ്ലൈ സബ്ജക്ട് ടു കണ്ടീഷൻസ് ആൻഡ് ഏജ് എന്ന് പറഞ്ഞത് 20 to 27 ആണ് കേട്ടോ. ഏജ് ലിമിറ്റ് ഉണ്ട്. 27 വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മിനിമം ഏജ് എന്ന് പറയുന്നത് 20ഉമാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇതിന്റെ പരിശീലനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ 49 ആഴ്ചയാണ് പരിശീലനം. 49 weeks at the ഓഫീസ് ട്രെയിനിങ് അക്കാദമി. ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് PG ഡിപ്ലോമ ഇൻ ഡിഫൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് യോഗ്യത ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ലെഫ്റ്റനന്റ് റാങ്കിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ട്രെയിനിങ് 49 weeks at the ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി, അതായത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ 49 ആഴ്ച പരിശീലനം ഉണ്ടായിരിക്കും. ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് PG ഡിപ്ലോമ ഇൻ ഡിഫൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് യോഗ്യത ലഭിക്കുന്നതായിരിക്കും. ലെഫ്റ്റനന്റ് റാങ്കിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് SSB ഇന്റർവ്യൂ, വൈദ്യ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് SSB ഇന്റർവ്യൂ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. ഇത് ഇന്റർവ്യൂ വിൽ ബി കണ്ടക്ടഡ് ഇൻ 2 stages. 2 സ്റ്റേജിലാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ടെസ്റ്റും, ഏത് ഇന്റർവ്യൂവിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നെയിംലി ഗ്രൂപ്പ് ടെസ്റ്റ് ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു 350 വാക്കൻസീസ് ആണ്. കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 2026 അൺമാരീഡ് മെനിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 22 അപ്ലൈ ചെയ്യേണ്ടതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മൾ പറഞ്ഞത് കരസേനയിൽ 350 എഞ്ചിനീയേഴ്സിന്റെ വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സ്ട്രീം ആയിരുന്നു? മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ മിസലേനിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ്. ഏറ്റവും കൂടുതൽ വാക്കൻസീസ് ഉള്ളത് മെക്കാനിക്കൽ സ്ട്രീമിനാണ്. അപ്പോൾ ഏതാണോ യോഗ്യത എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ബിരുദമാണ്. അതുപോലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് ഉണ്ട് മക്കളെ. 27 വയസ്സുള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മിനിമം 20 വയസ്സാവുകയും വേണം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏജ് നിങ്ങൾ നോക്കണം.
അപ്പൊ കൂടുതൽ സ്ട്രീം, കൂടുതൽ വേക്കൻസീസ് വന്നിട്ടുള്ളത് മെക്കാനിക്കൽ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 22-നാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിലേ www.joinindianarmy.nic.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു വാക്കൻസീസ് ESIC വാക്കൻസീസ് ആണ്. അതായത് ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ 243 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ന്യൂഡൽഹി ഹാസ് ഇൻവൈറ്റഡ് അപ്ലിക്കേഷൻസ് ഫോർ 243 vacancies of assistant professor. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? 2 ലക്ഷം രൂപ വരെ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വേക്കൻസി ആണ് ഇത് എന്ന് പറയുന്നത് കേട്ടോ. ESIC വാക്കൻസീസ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റേഴ്സ് അണ്ടർ ESIC അഥവാ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അപ്ലിക്കേഷൻസ് ക്യാൻ ബി മെയ്ഡ് ടിൽ സെപ്റ്റംബർ 15. സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതൊക്കെ ബ്രാഞ്ചസിലാണ് വാക്കൻസീസ് ഉള്ളത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോ എന്താണ് പറഞ്ഞത്? ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ 243 ഒഴിവില് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ESICക്ക് കീഴിലെ ഹോസ്പിറ്റലുകൾ, റിസർച്ച് സെന്ററുകളായിട്ടുള്ള നേരിട്ടുള്ള നിയമനമായിരിക്കും നടക്കുന്നത്. സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒഴിവുള്ള വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? അനാട്ടമി, അനസ്തിയോളജി, അതുപോലെ തന്നെ ബയോകെമിസ്ട്രി, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഡെന്റിസ്ട്രി, ഡെർമറ്റോളജി, ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി, പിന്നെന്താണ് ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, മൈക്രോബയോളജി, അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ട്രീമുകളിലാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. അനാട്ടമി, അനസ്തിയോളജി, ബയോകെമിസ്ട്രി, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഡെന്റിസ്ട്രി, ഡെർമറ്റോളജി, ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, മൈക്രോബയോളജി, OBGY, ഓഫ്തമോളജി, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, പാത്തോളജി, ഫാർമക്കോളജി, ഫിസിയോളജി, സൈക്കാട്രി, റേഡിയോ ഡയഗ്നോസിസ് ആസ് ഇൻ ദ കേസ് ഓഫ് റേഡിയോളജി അല്ലെ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിഷ്യൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാക്കൻസീസിൽ എന്ത് വന്നിട്ടുണ്ട്? ഒരുപാട് സ്ട്രീമുകൾ, ഒരുപാട് ഫീൽഡുകളിൽ വാക്കൻസീസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അട്രാക്റ്റ് ആയിട്ടുള്ളത് ഇതിന്റെ സാലറി ആണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് റിസർച്ച് സെന്റേഴ്സ് ആണ് ESIC. അപ്പൊ സെപ്റ്റംബർ 15 അപ്ലൈ ചെയ്യുക. ക്വാളിഫിക്കേഷൻ MD, MS, DNB, MDS ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് ഉണ്ട്, 40 വയസ്സാണ് ഏജ് ലിമിറ്റ്. സാലറി കണ്ടോ, സ്റ്റാർട്ടിംഗ് തന്നെ 67,700 ആണ് സാലറി. അപ് ടു 2,08,700 വരെ സാലറി അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.esic.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി അഗ്നിവീർ ഇൻ ദ എയർഫോഴ്സ്, അതായത് വ്യോമസേനയിൽ അഗ്നിവീർ ആകാനുള്ള ഒരു അവസരം കൂടി വന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദി ഇന്ത്യൻ എയർഫോഴ്സ് ഈസ് കണ്ടക്ടിങ് എ റിക്രൂട്ട്മെന്റ് റാലി ഫോർ ദ അഗ്നിവീർ വായു ഇൻടേക്ക് 01 by 2026 സെലക്ഷൻ ഇൻ നോൺ സയൻസ് സബ്ജക്ട്സ്. അതായത് എന്താണ് പറയുന്നത്? ഇന്ത്യൻ വ്യോമസേനയിൽ സയൻസ് ഇതര വിഷയങ്ങളിലെ അഗ്നിവീർ തിരഞ്ഞെടുക്കുന്നതിന്റെ റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 27 മുതലാണ് റാലി. The rally will start from August 27. The opportunity is open to unmarried women and men. അപ്പൊ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. ഓഗസ്റ്റ് 27-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Appointment is for 4 years. 4 വർഷത്തേക്കായിരിക്കും appointment. The rally will be held in Chennai on August 30 and 31 for men from Kerala and on September 5 and 6 for women. The venue for the recruitment rally is the convocation center at Tambaram Air Force Station, Chennai. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു 4 വർഷത്തേക്കാണ് നിയമനം എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. കേരളത്തിൽ നിന്നുള്ള പുരുഷന്മാർക്ക് ഓഗസ്റ്റ് 30, 31 തീയതികളിലും വനിതകൾക്ക് സെപ്റ്റംബർ 5, 6 തീയതികളിലും ചെന്നൈയിലായിരിക്കും റാലി ഉണ്ടായിരിക്കുക കേട്ടോ. The rally will be held in Chennai on August 30 and 31 for men from Kerala and also for women from Kerala on September 5 and 6 ഉള്ള കാര്യം ശ്രദ്ധിക്കാം. ചെന്നൈ താമ്പരം എയർഫോഴ്സ് സ്റ്റേഷനിൽ എയർമെൻ സെലക്ഷൻ സെന്റർ അവിടെയുണ്ട്. അവിടെയാണ് എന്ത് റാലിയുടെ വേദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാലിയുടെ കൺവൊക്കേഷൻ സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് പറയാനുള്ളത്. എന്താണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ +2 equivalent with 50% marks in subject, 50% marks in English required. അതായത് +2 ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോടെ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ +2 ജയം അല്ലെങ്കിൽ ഇക്വലൻസ്. ഇംഗ്ലീഷിന് 50% മാർക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ
വൊക്കേഷണൽ കോഴ്സ് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് ബോൺ ബിറ്റ്വീൻ January 1, 2005 ആൻഡ് July 1, 2008. ഏജ് ലിമിറ്റ് ഈസ് ദ ടൈം ഓഫ് ദ എൻറോൾമെന്റ് എന്ന് പറയുന്നത് 21 വയസ്സായിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ദർ വിൽ ബി എ 2-stage ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, ദർ വിൽ ഓൾസോ an adaptability test and a medical examination. In the first stage of the fitness test, candidates will have to complete 1.6 kilometer run എന്ന് പറഞ്ഞിട്ടുണ്ട്. In the second phase of fitness, men must complete 10 push-ups, 10 sit-ups, 20 squats in 1 minute എന്ന് പറഞ്ഞിട്ടുണ്ട്. A 45 minutes objective test will also conduct on the day of the rally. പിന്നെ എന്താണ്, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, ജോബ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.